ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിലിമി മാനി. ഇന്ന് നമ്മൾ ലെജൻസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ലീസൺ അവളെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. തിരിച്ചു വരുന്ന നമ്മുടെ ലൂ ആണെങ്കിൽ അവനോട് ഞാൻ പോയി എന്നാൽ ശരി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൾ നേരെ റൂമിലേക്ക് പോകുന്നു. റൂമിൽ ചെല്ലുന്ന ലൂ ആണെങ്കിൽ സിയയോട് സംസാരിക്കുകയാണ്. ആ കാട്ടുപയ്യനില്ലേ, അവനെനിക്ക് വാക്ക് തന്നിട്ടുണ്ട് നിന്റെ അച്ഛനെ വകവരുത്തിയവരെ അവൻ കണ്ടുപിടിക്കാന്ന്. ശരിയാണോ? ശരിക്കും അവൻ അങ്ങനെ സമ്മതിച്ചോ? ആ സമ്മതിച്ചു. അപ്പോൾ സിയ ചോദിക്കും, അത് പിന്നെ ഇന്നലെ എന്തിനാ ക്യാൻലിന് ഇവിടെ വന്നത്? അത് പറഞ്ഞിട്ട് നിനക്ക് എന്തെടുക്കാനാ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ലൂ പറയാണ്, ആ സ്വർഗവാളൊന്നും എൻ്റെ കൈ കിട്ടട്ടെ, എന്നിട്ട് വേണം എനിക്ക് അവനെ ഒന്ന് കൊല്ലാൻ. നിങ്ങൾ ഇപ്പോഴും ഇത് വിട്ടില്ലേന്ന് അപ്പോൾ സിയ ചോദിക്കുന്നു. നീ ഇപ്പോൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, നാളെ നമുക്ക് കുറേ പണിയുണ്ടെന്ന് അവൾ പറയുന്നു. അങ്ങനെ പിറ്റേന്ന് സീമറാൻ സിയെ വിളിച്ചു വരുത്തുന്നു. നിന്റെ ഫ്രണ്ടില്ലേ ക്യാൻലിൻ, അവൻ ഇന്നലെ രാത്രി മുഴുവൻ പുറത്ത് നിൽക്കുമായിരുന്നെന്ന്. അവനോ എന്ന് പറഞ്ഞിട്ട് സിയെ കാണാൻ പോകുമ്പോൾ ലൂ ചോദിക്കുന്നു, നീ എന്താ പിന്നെ അവനെ കാണാൻ പോവാണ്? ഞാൻ എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് സിയ പോകുന്നു. കഥ തുറന്നതും ക്യാൻലിൻ അവിടെ നിൽപ്പുണ്ട്. ക്യാൻലിൻ അത്ര വിളിക്കുന്നുണ്ട്, നീ എൻ്റെ കൂടെ തിരിച്ചു വരാൻ. ഇത് നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ നിനക്ക് തന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അവനത് കൈ കൊടുക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ഗോഡ് ഓഫ് ഡീമൻ വരുന്നത്. അവനെ കണ്ടപാടെ ക്യാൻലിൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്നലെ കളിയിൽ തോറ്റതാണ്, എന്നാലും ഇവിടെ വന്നത് ഇവളെ കാണാനാണ്. അപ്പോൾ ഗോഡ് ഓഫ് ഡീമൻ തിരിച്ചു ചോദിക്കുകയാണ്, നീ ഇതിനു മുമ്പും സിയെ അന്വേഷിച്ചു വന്നപ്പോൾ പാതാളറയെ കെട്ടിയിട്ട നില കിടന്നിട്ടുണ്ട്, എന്നിട്ട് കൂടി നിന്റെ ക്ലാനിലുള്ള ഒരു മനുഷ്യ കൂടി നിന്നെ അന്വേഷിച്ചില്ല. അതിൽ നിനക്ക് ഒരു സംശയം ഇതുവരെ തോന്നിയിട്ടില്ലേ? ഇത് കേൾക്കുന്ന സിയാണെങ്കിൽ നീ ആദ്യം പോയി അത് ചോദിക്കുമ്പോൾ ഞാൻ അവനെ പുറത്താക്കുന്നു. അതേസമയം സോറോ ആണെങ്കിൽ വൈക്കിങ്ങിന് ഇപ്പോൾ ഒട്ടും സുഖമില്ല. അവൻ്റെ ഹെൽത്ത് ഇപ്പം വളരെ മോശമായതുകൊണ്ട് രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ഏറ്റെടുക്കുകയാണ്. വൈക്കിങ് ആണെങ്കിൽ ഇപ്പോൾ സോറോയുടെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് അയാളും ഒന്നും പറയുന്നില്ല. ലോ വീണ്ടും ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് വീണ്ടും ആ മാജിക്കൽ സിറ്റിയിലോട്ട് പോകുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മരുന്നുണ്ടോ ഈ ലവൊക്കെ ഒന്ന് മറച്ചു വെക്കാൻ? എൻ്റെ കയ്യിലൊന്നുമില്ല. ആർക്കാ, നിനക്കാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നുമല്ല, ആ കുട്ടി പിശാചിന് വേണ്ടിയാന്ന് പറയുന്നു. എന്തിനാ ഇപ്പോൾ അത്? അവളുടെ മൂഡ് ശരിയല്ലെന്ന് പറയുമ്പോൾ നീ എന്തായാലും അവളെ കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കുക, അപ്പോഴത്തേക്ക് അവളുടെ മൂഡൊക്കെ ഓക്കെ ആവുമെന്ന് പറയുന്നു. ഇതേ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതേസമയം ഈഗിളാണെങ്കിൽ അവനെ പുറത്ത് തന്നെ ഒരു രൂപത്തെ ഉണ്ടാക്കിയിട്ട് അതിനെ വെച്ചിട്ട് സീമറാനെ വകവരുത്താനാണ് ശ്രമിക്കുന്നത്. അതിനെ കുത്തിക്കൊണ്ട് വരുമ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡ് വെച്ചിട്ട് അതിനെ ഇവിടെ ഇരുന്ന് തന്നെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് സീമറാനെ യൂജിനെയാണ്. അപ്പോഴാണ് യൂജിൻ വന്നിട്ട് എനിക്കൊരു കഥ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവൻ കഥ പറയുന്നു. ഒരു ദിവസം ഒരു പെൺകുട്ടി എൻ്റെ വീടിൻ്റെ പുറത്ത് നിന്നിട്ട് മതിലിന് മുകളിൽ നിന്ന് താഴെ വീഴുന്നു. അപ്പോഴേക്കും ഞാൻ അവിടെ ഓടി ചെന്നിട്ട് നീ എന്തിനാ ഇതിൻ്റെ മുകളിൽ കയറുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ അമ്മ തന്ന പട്ടമാണ് ആ മരത്തിൻ്റെ മുകളിൽ കുടുങ്ങിക്കിടക്കുന്നത്, അതെനിക്ക് വേണമെന്ന് പറയുമ്പോൾ സീമറാൻ അത് എടുത്തു കൊടുക്കുന്നു. എനിക്ക് ഇതെടുത്തതിന് നന്ദിയുണ്ട്, നിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ സീമറാൻ എന്ന് പറയുന്നു. ഈ സീൻ കട്ടായി പിന്നെ കാണിക്കുന്ന ഈഗിളിനെയാണ്. ഈഗിളാണെങ്കിൽ സീമറാൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ ഉള്ളവരെ നിലംപരിശാക്കുന്നു. അവിടെ എന്തോ നടക്കുന്നതുകൊണ്ട് തന്നെ എന്നെ രഹസ്യ ഏറിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ യൂജിനോട് പറയുമ്പോഴേക്കും ഈഗിൾ അവിടേക്ക് കയറി വന്നിരുന്നു. ഈഗിളാണെങ്കിൽ സീമറാനെ ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ പടയാളികൾ വരുമ്പോൾ ഇവനെ ലീൻ മലയിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ഈ കാര്യം അപ്പോൾ തന്നെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ ഗോഡ് ഓഫ് ഡീമനെ അറിയിക്കുന്നുണ്ട്. അതേസമയമാണ് സിയയും ലൂ അവിടെ വരുന്നത്. അവർക്ക് ഇവിടെ എന്തോ ഉണ്ടായെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ ലൂ എന്താണെന്നറിയാൻ വേണ്ടി അത് അന്വേഷിച്ച് അകത്ത് കയറുമ്പോഴാണ് അവിടേക്ക് ഗോഡ് ഓഫ് ഡീമൻ വരുന്നത്. നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് യൂജിനെ കാണാൻ പോകുന്നു. യൂജിൻ വരുമ്പോൾ നീ എൻ്റെ ലീഡറിനെ കൊല്ലാൻ വന്നതല്ലേ? അല്ല, ഞാൻ നിങ്ങളെ സഹായിക്കുന്ന ആളാണ്. ശരിക്കും അവൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഈഗിൾ സീമറാനെ ലീൻ മലയിലേക്ക് കൊണ്ടുപോയെന്ന് പറയാം. എന്നാൽ പിന്നെ ഞാൻ പോയി രക്ഷിക്കാമെന്ന് പറഞ്ഞ് ലൂ പോകുമ്പോഴത്തേക്കും ഇവള് പോയെന്ന് പറഞ്ഞ് നേരെ നമ്മുടെ ഗോഡ് ഓഫ് ഡീമന് പോകുന്നു. അവളങ്ങനെ നടന്നു വരുമ്പോഴാണ് അവളുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് നീ എന്തായാലും ഈ വാള് പിടിച്ചിട്ട് എൻ്റെ പുറകെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഗോഡ് ഓഫ് ഡീമൻ പോകുന്നത്. മാസ്റ്റർ, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അവൾ ഇവനെ കുത്തി കൊന്നാലോ എന്ന് ആലോചിക്കുമ്പോൾ അതവനും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവൾ മനസ്സിൽ പറയുന്നു, വേണ്ട, ഇപ്പോൾ എന്തായാലും അവനെ രക്ഷിക്കാം, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന്. അപ്പോഴാണ് ലൂ ഒരു കാര്യം ചോദിക്കുന്നത്. മാസ്റ്റർ, ഞാനൊരു കാര്യം അറിഞ്ഞു, സീമറിൻ്റെ കാല് പോയത് ഒരു പെൺകുട്ടി കാരണമാണെന്ന്, അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവളുടെ പേര് യൂജിൻ എന്നായിരുന്നു. യൂജിന് വേണ്ടിയിട്ട് അവൻ നല്ല ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ യൂജിനാണെങ്കിൽ അവനോട് പ്രണയം നടിച്ചിട്ട് അവനെ കൊല്ലാനായിരുന്നു പ്ലാൻ. പക്ഷെ അപ്പോഴേക്കും അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. ഈ വിവരം അറിഞ്ഞ അവിടെ ക്ലാനിലുള്ളവർ അവരെ രണ്ടുപേരെയും ചേർത്ത് കൊല്ലാൻ നോക്കി. ആ അപകടത്തിലാണ്
നമ്മുടെ സിമറാൻ്റെ കാലും പോയത്, യൂജി മരിച്ചു പോയതും. ഇതും പറഞ്ഞ് നടന്നു വരുമ്പോഴാണ് അവിടെ ഒരു വിള്ളലുണ്ടാവുന്നതും അവർ അതിനുള്ളിൽ പോകുന്നതും. പിന്നെ കാണിക്കുന്നത് സീക്കയാണ്. സീക്കയാണെങ്കിൽ ഈ വിവരം അറിഞ്ഞതും അവരെ രക്ഷിക്കാൻ വേണ്ടി പോകാൻ വരുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് പോകുന്നത്? നീ ഇപ്പോൾ ചുമതലയിലില്ലല്ലോ. എന്തായാലും ഞാൻ എൻ്റെ ലീഡറിനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ, അതാണ് എൻ്റെ കർത്തവ്യം എന്നും പറഞ്ഞ് സീക്ക അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഈകളാണെങ്കിൽ അതുകൂടി നടക്കുകയാണ് സെങ്യോനെ അന്വേഷിച്ച്. സെങ്യോൺ നീ എവിടെയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവിടെ എന്തോ മായാജാലത്തിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ തിളങ്ങുന്നു. അതിന് ചുറ്റും ഒരുപാട് അസ്ഥികൂടങ്ങളും കിടപ്പുണ്ട്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞ് നേരെ തിരിയുമ്പോഴാണ് രണ്ടുപേര് അവിടെ നിൽക്കുന്നത്. ഈ രണ്ടെണ്ണവും അവിടെയുള്ള ലീൻമരയിൽ എന്തോ വശീകരണത്തെ പറ്റി അതിലിങ്ങനെ ലയിച്ചിരിക്കുകയാണ്. നീയൊക്കെ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഈഗിൾ ചോദിക്കുന്നതും ആ സീൻ കെട്ടായി പിന്നെ കാണിക്കുന്ന ലൂനെയാണ്. ലൂ പിന്നെ ആ മായാലോകത്താണ് നിൽക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് അവൾ ഓർത്തിരിക്കുമ്പോഴാണ് അവൾക്ക് ചായ അവൻ മേടിച്ചു കൊടുക്കുന്നത്. ഇവളുടെ 1 രൂപ കൂടിയില്ല, നീ പിന്നെ എന്തിനാ ഇവൾക്ക് ചായ കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവൾ കുറേ ഉപകാരം ഇപ്പോൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവളുടെ പോയിന്റ് കാണുന്നു പറഞ്ഞ് നോക്കുമ്പോൾ അവൾക്ക് ഒട്ടും തന്നെ പോയില്ല. മൊട്ടയാണ്, വെറും പട്ട പൂജ്യം മാത്രമേ ഉള്ളൂ. ഇവക്കൊന്നും 1 രൂപ കൂടി ഇല്ലാതെ ഒരു സാധനം കൊടുത്തേക്കല്ലെന്ന് പറഞ്ഞ് അവളെ പൂട്ടിയിടാൻ പറയുന്നു. അങ്ങനെ പൂട്ടിയിടുന്നതും അവിടെ കിടന്ന് അലറുകയാണ് ലൂ. ഈ ഞെട്ടലിൽ ലൂ ഉറക്കമുണരുന്നത്. അവളപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, അത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നെന്ന്. അല്ല, ഇത് ലീൻമലയല്ലേ, ഇവിടെ എങ്ങനെ ഞാൻ വന്നേ? ബാക്കിയുള്ളവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോകുമ്പോഴാണ് ലീസനെ കാണുന്നത്. ലീസനെ കണ്ടതും അവനെ തട്ടി ഉണർത്തുമ്പോഴേക്കും ഇവനെന്ത് എത്ര സ്ട്രോങ് ആയിട്ടിരിക്കുന്ന മഞ്ഞ നോക്കുമ്പോൾ അവൻ്റെ കണ്ണിൻ്റെ നിറം മാറുന്നത്. അതോടെ അവൾ അവൻ്റെ സ്വപ്നത്തിലേക്ക് പോകുന്നു. ശരിക്കും അവനിപ്പോൾ കാണുന്ന സ്വപ്നം നമ്മുടെ ലൂ മരിച്ച ദിവസമില്ലേ, അന്ന് കല്ലാടദ്വീപിൽ നടന്ന യുദ്ധം, അതാണ് അവൻ കാണുന്നത്. അവൾ മരിച്ച ശേഷം അവളുടെ ശരീരത്തിന് വേണ്ടി അവൻ ഭ്രാന്തനെ പോലെ അതിൻ്റെ ഇടയ്ക്ക് മണ്ണിൻ്റെ ഇടയ്ക്ക് കയറ്റ് വാരി അവളെ കോരിയെടുക്കുന്നതാണ്. ലൂ ഒരിക്കലും എന്നെ വിട്ടു പോവല്ലേ, നിനക്ക് എന്നെ വിട്ടു പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൻ കെട്ടിപ്പിടിച്ച് കരയുന്നത്. ഇത് വെറും അഭിനയമാണ്, ഇങ്ങനെ ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവളുടെ സ്വപ്നത്തിൽ നിന്ന് അവൾ പുറത്തു വരുന്ന അവൾ കാണുന്നത് 2 കണ്ണുകളും നിറഞ്ഞൊഴുകുന്ന ലീസനെയാണ്. ഇത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ് അവളിങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്കൊരു മാന്ത്രിക വലയം അവൾ കാണുന്നത്. ആ മാന്ത്രിക വലയത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവൻ ഭസ്മമായി പോവും. അതുകൊണ്ട് തന്നെ അവനെ അവിടെ പിടിച്ചു കെട്ടിയിട്ടിക്കാണ് അവൾ സീമാറാനെ അന്വേഷിച്ചു പോകുന്നത്. അങ്ങനെ സീമാറാനെ കണ്ടതും അവനും ആ മായാജാലത്തെപ്പെട്ട് അവനും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനെ തൊട്ടതും അവൻ്റെ ഉള്ളിലെ സ്വപ്നത്തിലേക്ക് അവളും പോയിരിക്കുന്നു. യൂജിനെ ക്രൂരതയോടെ അവരിട്ട് കെട്ടിയിട്ട് ഉപദ്രവിക്കുകയാണ്. കാരണം സീമാറാനെ വകവരുത്താൻ വേണ്ടി വിറ്റിട്ട് അവളാണെ അവനെ പ്രണയിച്ചു, ആ ഒരൊറ്റ കാരണത്തിൽ. അതും പറഞ്ഞ് ആ സ്ത്രീ അവളെ പിന്നെ അടിക്കാൻ വരുമ്പോൾ ഇടയ്ക്ക് സീമാറാൻ വരുന്നു. നീ വന്നോ, നീ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാമെന്ന് പറയുമ്പോൾ എന്നാൽ നിന്നെ ഞാൻ കൊല്ലാന്ന് പറഞ്ഞ ആ സ്ത്രീ വാള് വീശുന്നതും സീമാറാൻ അവരെ എതിർക്കുന്നു. അങ്ങനെ യൂജിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഞാൻ നിന്നെ ചതിച്ചവളാണ്, എന്നെ എന്തിനാ നീ രക്ഷിക്കാൻ വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും നീ എന്നെ പ്രേമിച്ചവളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ പ്രണയത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് യൂജിൻ ഒരു കാര്യം പറയുന്നത്, ലൂവിനെ വകവരുത്താൻ വേണ്ടി കുറേ പേര് കല്ലാടദ്വീപിൽ നിൽപ്പുണ്ട്, നീ അവരെ പോയി രക്ഷിക്കുന്നത്, ആദ്യം നിന്നെ ഞാൻ രക്ഷിക്കാമെന്നും പറഞ്ഞ് അവളെ കൂട്ടിയിട്ട് പോകുന്നു. അപ്പോഴാണ് ഈഗിൾ അവിടേക്ക് വരുന്നത്. ഇവളെന്താ എവിടെയെന്ന് ഓർക്കുമ്പോൾ പിന്നെയും കാണിക്കുന്നത് സീമാറാനെയാണ്. സീമാറാൻ അങ്ങനെ യൂജിനുമായിട്ട് വരുമ്പോൾ നിന്നെ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് പുറത്തു വിടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്നവരെ മൊത്തം യൂജിനുമായി ചേർന്ന് സീമാറാൻ അടിച്ച് തകർക്കുന്നു. സീമാറാൻ്റെ കാലിന് അപകടമുണ്ടാകുന്നു. അത് വിഷമുള്ള കത്തി ഉപയോഗിച്ചതുകൊണ്ട് തന്നെ നിൻ്റെ പവർ ഇപ്പോൾ നീ യൂസ് ചെയ്യല്ലേ, യൂസ് ചെയ്താൽ അത് നിന്നെ തളർത്തി കളയും, അത് നീ യൂസ് ചെയ്യല്ലെന്ന് പറയുമ്പോൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവനവൻ്റെ പവർ യൂസ് ചെയ്യുന്നതും അവരവിടെ നിന്നും താൽക്കാലികമായി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സീമാറാൻ്റെ കാല് പോയത് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവൾ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈഗിൾ വന്ന് അവളെ തൊടുന്നത്. ആരെ തൊട്ടത് മനസ്സിലായാലും സ്വപ്നത്തിൽ നിന്നും പുറത്തു വരുന്നു. എന്താ ദേവത നീ ഇവിടെ നിൽക്കുന്നതെന്ന് ഈഗിൾ ചോദിക്കുമ്പോൾ നീ എന്തിനാണ് സീമാറാനെ തട്ടിക്കൊണ്ടുപോയത്? അത് പിന്നെ ലീസനെ കൊല്ലാനാന്ന് പറയുന്നു. അവനെ കൊല്ലണമെങ്കിൽ നീ കൊന്നു, പക്ഷെ സീമാറാനെ ഞാൻ കൂട്ടിയിട്ട് പോകുന്നു ലൂ പറയുന്നു. എന്തായാലും നടക്കത്തില്ലെന്ന് ഈഗിൾ പറയുന്നു. എന്നാൽ നീ എൻ്റെ വാളിനിരയാവുന്നു അവളും പറയുന്നു. ഓ, നിനക്ക് വേണ്ടിയാണോ അവൻ സ്വർഗ്ഗവാളെടുത്തതെന്നും പറഞ്ഞ് 2 പേര് യുദ്ധം ചെയ്യാൻ തുടങ്ങുന്നു. വാളിൻ്റെ ശക്തിയാണ് അവിടെ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ തുടങ്ങുന്നു. യൂജിനെയും സീമാറാനെയും കാണിക്കുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. യൂജിൻ, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, ഞാൻ ഇവൾക്കെതിരെ വരാമെന്ന് പറയുമ്പോൾ വേണ്ട, നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് 2 പേരും മലയുടെ മുകളിൽ നിന്നും ചാടുന്നു. ആ വീഴ്ചയിൽ സീമാറാനൊന്നും പറ്റിയില്ല, പക്ഷേ യൂജിന് കാര്യമായ പരിക്കേറ്റു. അതുകൊണ്ട് തന്നെ ഞാനിനി മരിച്ചു പോവോ,
മരിച്ചു പോയില്ലെന്ന് ആശ്വസിപ്പിക്കുകയാണ് സീമറൻ. ഈ മരം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് യൂജിൻ ചോദിക്കുമ്പോൾ എനിക്കിതൊരിക്കലും മറക്കാൻ കഴിയില്ല. ഈ ഒരു മരത്തെ പട്ടം കുടുങ്ങിയിട്ടാണല്ലോ ആദ്യമായിട്ട് ഞാൻ നിന്നെ കാണുന്നത്. അതുകൊണ്ട് ഈ മരം എനിക്ക് വളരെ സ്പെഷ്യലാണ്. നീ എന്തായാലും മരിക്കില്ല, നിന്നെ ഞാൻ മരിക്കാൻ അതിനെ അനുവദിക്കില്ല. നമ്മൾ തമ്മിൽ എന്തായാലും ഇനിയും ഒന്നിക്കാൻ കഴിയില്ല. ഞാൻ എന്തായാലും മരിച്ചു പോകുമെന്ന് യൂജിൻ പറയുന്നു. നിന്നെ ഞാൻ വെറുതെ വിടില്ല, എന്തായാലും നിന്നെ അടുത്ത ജന്മത്തിൽ ഞാൻ കണ്ടുപിടിക്കുമെന്ന് സീമറാൻ പറയുന്നു. ഇതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് വരുന്നതായിരിക്കും. ബൈ.